കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് നിയാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. കർണാടകയിൽ നിന്നും കേരളത്തിലേക്കുള്ള കാർ യാത്രക്കിടെയാണ് പ്രതിയെ പിടികൂടിയത്. തട്ടിക്കൊണ്ടുപോയ ദിവസം അന്നൂസ് റോഷന്റെ വീട്ടിൽ ബൈക്കിലെത്തിയ ആളാണ് മുഹമ്മദ് നിയാസ്. ലിനറ്റ് വർഗീസ് നൽകും കോഴിക്കോട് നിന്നും വിവരങ്ങൾ. ലിനറ്റ് പറയൂ. അരുണി, കഴിഞ്ഞ മാസം 17-ാം തീയതിയാണ് സ്കൂട്ടറിലും കാറിലുമായി എത്തിയ സംഘം കൊടുവള്ളിയിലെ പരപ്പംപാറയിൽ വീട്ടിൽ നിന്നും അന്നൂസ് റോഷൻ എന്ന കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. കേസിൽ 3 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അവർക്ക് കേസുമായി നേരിട്ടുള്ള ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന കൊണ്ടോട്ടി സ്വദേശിയായിരിക്കുന്ന മുഹമ്മദ് നിയാസിനെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ ഒരു കേസുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കാറിൽ യാത്ര ചെയ്യുമ്പോഴാണ് പ്രതിയെ പിടികൂടിയത്. തട്ടിക്കൊണ്ടുപോകൽ ദിവസം അന്നൂസ് റോഷന്റെ വീട്ടിൽ ബൈക്കിലെത്തിയ ആളാണ് മുഹമ്മദ് നിയാസ്. അതോടൊപ്പം മുമ്പ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന 3 പേരും വാഹനങ്ങളുടെ ഉടമയും അതോടൊപ്പം കഴിഞ്ഞ 12-ന് സംഘം വീട്ടിലെത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മുഹമ്മദ് ഷാഫി എന്നിവരെയായിരുന്നു അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തെ ഇന്നിപ്പോ അറസ്റ്റിലായ ആളെ ഇന്ന് ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാവുക. അരുണ്യ. ശരി, കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലാണ് ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നത്. ലിനറ്റ് വർഗീസാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.